സെഫന്യാവ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പ് ദിവസം പതിർ പോലെ പാറിപ്പോകുന്ന യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ, അതേ കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരായുള്ളവരെ, അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസോദിനെ അവർ മധ്യാഹ്നത്തിങ്കിൽ നീക്കിക്കളയും, എക്രോനു നിർമൂലനാശം വരും. സമുദ്ര തീരനിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങളും തൊഴുത്തുകളും ഉള്ള പുൽപ്പുറങ്ങളായി തീരും. തീരപ്രദേശം യഹൂദാഗൃഹത്തിന്റെ ശേഷിപ്പിന് ആകും, അവർ അവിടെ മേയ്ക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എന്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ സകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത് എന്നാണ്, മോവാബ് സൊദോമെ പോലെയും അമ്മോന്യർ ഗൊമോറയെ പോലെയും തൂവക്കാടും ഉപ്പുപടനയും ശാശ്വതശൂന്യവും ആയിത്തീരും. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവർ അവരെ കവർച്ച ചെയ്യും. എന്റെ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ അവരുടെ ദേശത്തെ അവകാശമായി പ്രാപിക്കും. ഇത് അവരുടെ അഹങ്കാര നിമിത്തം അവർക്ക് ഭവിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്നയും വമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ. യഹോവ അവരോട് ഭയങ്കരനായിരിക്കും. അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും. ജാതികളുടെ സകല ദ്വീപുകളും അതാത് സ്ഥലത്ത് നിന്ന് അവനെ നമസ്കരിക്കും. നിങ്ങളോ ക്രൂശരെ, എന്റെ വാളിനാൽ നിഹിതന്മാർ. അവൻ വടക്കോട്ട് കൈ നീട്ടി അശൂരിനെ നശിപ്പിക്കും. നിനവെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കും. അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ പോതികളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. കിളിവാതിക്കൽ പാട്ട് പാടുന്നത് കേട്ടോ. ദേവദാരു പണി പറിച്ചു കളഞ്ഞിരിക്കാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലിസ നഗരം ഇതുതന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പിടവുമായി തീർന്നതെങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂള കുത്തി കൈ കുലുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ?